ഹിസ്ബുള്ള ചീഫ് ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വെടിനിർത്തൽ കരാറിന് ധാരണയിലെത്തിയിരുന്നുവെന്ന് ലബനൻ വിദേശകാര്യമന്ത്രി വെളിപ്പെടുത്തി. KP അഭിലാഷ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, സ്വാഭാവികമായിട്ടും വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഈ വെളിപ്പെടുത്തൽ ശരിവെക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ കൂടുതൽ വിമർശനത്തിലേക്ക് തള്ളിയിടുന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ പുറത്തുവരുന്ന വെളിപ്പെടുത്തലിലുള്ളത്? അപർണ, തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും അതോടൊപ്പം തന്നെ പ്രതികരണങ്ങൾക്കും സാധ്യതയുള്ള നിർണായകമായ വെളിപ്പെടുത്തൽ ആണ് ഇപ്പോൾ ലബനീസ് വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതായത് സെപ്റ്റംബർ 27 ഹിസ്ബുള്ള തലവനുമായിട്ടുള്ള ഹസൻ നസറുള്ള കൊല്ലപ്പെടുന്നത് എന്ന് നമുക്കറിയാം. ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ആയിരുന്നു നസറുള്ളയ്ക്ക് മരണം സംഭവിക്കുകയും ചെയ്തത്. എന്നാൽ ഇങ്ങനെയൊരു മരണം ഒഴിവാക്കാമായിരുന്നോ എന്ന ചോദ്യം ആണ് ഇപ്പോൾ ഉയരുന്നത്. കാരണം ഈ ആക്രമണം നടക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രയേലുമായി ലബനീസ് അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള വളരെ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തിയിരുന്നു. 21 ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ധാരണയായിരുന്നു എന്നാണ് ലബനൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ബോബ് ഹബീബ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിൽ സംശയങ്ങൾ പലതാണ്. അപർണ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, രണ്ട് രാജ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ തമ്മിൽ തുറന്ന യുദ്ധത്തിലേക്ക് ഏർപ്പെടുമ്പോൾ യുദ്ധമര്യാദ എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നത്. അത് ലംഘിക്കപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും അതിൽ ഇസ്രായേലാണ് മറുപടി നൽകേണ്ടി വരുന്നത്. പക്ഷേ ഇവിടെ ചോദ്യമുനകൾ ഉയരുന്നത് ഇസ്രായേലിലേക്ക് മാത്രമല്ല എന്നതാണ് അപർണ എടുത്തു പറയേണ്ടത്. ഈ വെടിനിർത്തൽ കരാർ ധാരണയായത് ഫ്രാൻസിന്റെയും അമേരിക്കയുടെയും സഹായത്തോടു കൂടിയാണ് എന്നുകൂടിയാണ് ലബനീസ് വിദേശകാര്യമന്ത്രി പറഞ്ഞത്. അതായത് ഹിസ്ബുള്ള എന്നത് നമുക്കറിയാം തീവ്ര സ്വഭാവമുള്ള സംഘടനയാണ്. നസറുള്ള ഹിസ്ബുള്ളയുടെ മറ്റു നേതാക്കളുമായി കൂടിയാലോചിക്കുകയും അങ്ങനെ ഇസ്രായേലുമായി വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടാലോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഹിസ്ബുള്ള എത്തി. ഈ തീരുമാനം അറിയിച്ചത് അമേരിക്കയെയും അതോടൊപ്പം തന്നെ ഫ്രാൻസിനെയും ആണ് എന്നാണ് ഈ അഭിമുഖത്തിൽ ഇദ്ദേഹം വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് പ്രകാരം അമേരിക്കയും ഫ്രാൻസും നെതന്യാഹുവുമായി ബന്ധപ്പെടുന്നു. അങ്ങനെ നെതന്യാഹു ഇതിന് എഗ്രി ചെയ്യുന്നു. അതായത് 21 ദിവസത്തേക്ക് വെടിനിർത്തൽ കരാർ എന്നതിന് എഗ്രി ചെയ്തു എന്ന് ഇരു രാജ്യങ്ങളും ഹിസ്ബുള്ളയെ അറിയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ നിന്ന് പുറത്തുവരുന്നത്. എടുത്തു പറയേണ്ടത് ഇറാൻ